പ്രിയപ്പെട്ടവരെ, ഷാലോം ടി വിയിലെ തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും പല വ്യക്തികളെയും ഇതിലൂടെ കടന്നുപോയി നമ്മുടെ ജീവിതത്തിൽ. ചിലർ നമ്മുടെ ജീവിതങ്ങളെ വളരെയധികം സ്പർശിച്ചു. ചിലരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് വളരെ ഉൾപ്രേരണ നൽകി നന്മ ചെയ്യുവാനും സമൂഹത്തിന് തണലാകുവാനുമായിട്ട്. ചില വ്യക്തികൾക്ക് ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിലൊക്കെയാണ് ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലേക്ക് വരുന്നത്. നമ്മൾ പല എപ്പിസോഡിലും കണ്ടു കാണും. ചില വ്യക്തികൾ വളരെ മോശമായി ജീവിച്ചിരുന്നു, ഇടയ്ക്ക് വെച്ചൊരു ദൈവാനുഭവം ഉണ്ടായി. എന്നാൽ ഇന്ന് തണൽ മരങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്ന ബ്രദർ ബിനോയ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതലേ അദ്ദേഹം അടുത്തുള്ള കൊത്തലങ്കോ ആശ്രമത്തിലെ മാനസികമായ വൈകല്യങ്ങളുള്ള സഹോദരങ്ങളെ ശുശ്രൂഷിക്കുവാനും അവർക്ക് ഷേവ് ചെയ്യാനും മുടിവെട്ടാനും ഒക്കെ 5ാം ക്ലാസ് മുതൽ അവിടെ ചെന്ന് അവരെ സഹായിച്ചുകൊണ്ടിരുന്നത് പോലെ അങ്ങനെ സഹായിച്ച ചെറുപ്പക്കാരൻ സുന്ദരമായി ജീവിക്കാവുന്ന ബാങ്കിലൊരു ജോലി കിട്ടി. ആ ജോലിയിലായിരിക്കുമ്പോഴാണ് ഇവിടെ വെച്ച് ദൈവം നിക്ഷേപിച്ച കാരുണ്യത്തിൻ്റെ തണൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കത്തിജ്വലിച്ചത്. അത് കൊത്തലങ്കോ സഭയിലെ ഒരു ബ്രദറായി തന്നെ സമർപ്പിത ജീവിതം നയിക്കുവാൻ അദ്ദേഹത്തിന് പ്രേരണയായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവ് എങ്ങനെയാണ് ഈ മക്കൾക്ക് വേണ്ടി അദ്ദേഹത്തെ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ശ്രവിക്കാം, നമുക്ക് കാണാം. അഗതികൾക്കും ആലംബഹീനർക്കും തണലായി മാറുന്ന ജീവിതങ്ങൾ, സുവിശേഷത്തിൻ്റെ സാന്ത്വനം സ്നേഹമായി സ്വന്തം ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നവർ. അതെ, തണൽ മരങ്ങൾ ഇങ്ങനെയാണ്. അനേകർക്ക് ആശ്രയമേകി അവ നമുക്കിടയിൽ നിലകൊള്ളുന്നു. ഇത് ഭിന്നശേഷിക്കാരായ അഗതികളെ പരിചരിക്കുന്ന കൊച്ചി പള്ളുരുത്തിയിലുള്ള ബ്രദേഴ്സ് ഓഫ് സെന്റ് ജോസഫ് കൊത്തലങ്കോ സഭാംഗങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബ്രദർ ബിനോയ് പീറ്റർ. 40ഓളം ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളും കൊത്തലങ്കോ സഭയുടെ പ്രേക്ഷിതത്വവും തൻ്റെ ദൈവവിളിയുടെ മഹത്വവും ബ്രദർ ബിനോയ് നമ്മോട് പങ്കുവെക്കുന്നു. ഇന്ന് ബ്രദറിൻ്റെ കൂടെയാണ് കർത്താവ് ജനത്തോട് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ബ്രദറിനെ കണ്ടതിൽ സന്തോഷമുണ്ട്. ബ്രദർ ഈ കൊത്തലങ്കോ സഭയിൽ അംഗമായിരിക്കുന്നതിലേറെ സന്തോഷമുണ്ട്. ചിലരെങ്കിലും വിചാരിക്കാൻ സാധ്യതയുണ്ട് ഇതൊരു അച്ഛനാണെന്ന്. കാരണം പ്രദേശത്തെ ഉടുപ്പ് ഞാൻ ആദ്യം വിചാരിച്ച CMI ഫാദറാണെന്ന്. അങ്ങനെയായിരുന്നു. അപ്പോൾ അതല്ല, ഒരു കൊത്തലങ്കോ ബ്രദറാണെന്ന് അറിയുന്നതിലേറെ സന്തോഷമുണ്ട്. ബ്രദറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഫാമിലി ബാക്ക്ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് ബ്രദർ ബിനോയ് പീറ്റർ കുരിശിങ്കൽ. ഞാനിപ്പോൾ ഈ ഇവിടുത്തെ ബ്രദേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് കൊത്തലങ്കോ പള്ളുരുത്തിയിലെ ഡയറക്ടറും സുപ്പീരിയറുമാണ്. ഇവിടെ 40ഓളം ഭിന്നശേഷിക്കാരായ അഗതികളാണുള്ളത്. എൻ്റെ വീട് ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ്, പള്ളുരുത്തിക്കാരൻ തന്നെയാണ്. വീട് സ്ഥാപനത്തിൻ്റെ അടുത്ത് തന്നെയാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഈ അമ്മ, അപ്പച്ചൻ മരിച്ചുപോയി. അമ്മയും അനിയനും ഉണ്ട്. അനിയൻ്റെ വിവാഹം കഴിഞ്ഞാണ്. 2 പിള്ളേരുമുണ്ട്. ചെറുപ്പത്തിലെ തന്നെ ഞാൻ ഒരു 12-13 വയസ്സുള്ളപ്പോൾ തന്നെ, അതായത് 7-8 പഠിക്കുന്ന സമയത്ത് തന്നെയാണ്. അപ്പോൾ 1984 കൊത്തലങ്കോ സഭ ഇവിടെ പള്ളുരുത്തിൽ വന്നത്. 90 ബിൽഡിംഗ് എല്ലാം വെച്ച് ശരിക്കും ഇതുപോലെയൊക്കെ ആയത്. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടെ കഴിയാൻ നേരത്ത് എനിക്കൊരു 12-13 വയസ്സുള്ളപ്പോൾ മുതൽ ഞാനിവിടെ പള്ളിയിൽ വരുമായിരുന്നു. അങ്ങനെയാണ് കൊത്തലങ്കോ സഭേനെക്കുറിച്ച് അറിഞ്ഞത്. അന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ മധുരക്കമ്പനി ഇടവക എന്ന് പറഞ്ഞ ഇടവകയിലാണ്. അതൊന്നും ഇടവകയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഈ സന്യാസഭ വന്നപ്പോൾ പിന്നെ എല്ലാ ദിവസവും കുർബാന ഉണ്ടാകുമായിരുന്നു. അങ്ങനെ വെക്കേഷൻ സമയത്ത് ആണ് ഞാൻ വന്ന് തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു ഏകദേശം ഒരു 12-13 വയസ്സുള്ളപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കണമായിരുന്നു. അന്ന് മുതൽ എൻ്റെ ഒരു വോളണ്ടിയർ സർവീസ് തുടങ്ങി. ഇവിടെ തുടങ്ങി. അന്ന് ഒരു 12-13 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ പിള്ളേരെല്ലാം ഷേവ് ചെയ്യും, കുളിപ്പിക്കുകയൊക്കെ. നമുക്കൊരു നമ്മളായിട്ടുള്ള വിളിയിൽ തന്നെയല്ലല്ലോ, സാധാരണ പോലെ ഒരു പയ്യനായിരുന്നു. വന്നു, ഞാൻ ചെയ്തു, ഇഷ്ടപ്പെട്ടു. ഇതൊന്നും നോക്കിയൊന്നും അല്ല ചെയ്തത്. അങ്ങനെ ചെയ്ത് പിന്നെ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയി. അല്ല, അന്ന് ഇവിടെ വേറെ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു? ഒത്തിരി അന്ന് കുറച്ച് ശുശ്രൂഷകരൊക്കെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെപ്പോലെയൊക്കെ പിള്ളേരൊക്കെ ആയിരുന്നു കൂടുതലും വന്നതെന്ന് വെച്ചാൽ. അന്ന് ഇവിടെ കളിക്കാനൊക്കെ ആയിട്ടൊക്കെ തുടങ്ങിയത്. പിന്നെ വേറെ പിള്ളേർ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഇവർക്ക് ഷേവ് ചെയ്ത് കൊടുക്കും, ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ തുടങ്ങിയതാണ്. ചെറുതായിട്ട് കടയിലൊക്കെ പോകാനായിട്ടും അങ്ങനെയൊക്കെ തുടങ്ങിയതാണ്. അതിനുശേഷം പിന്നെ ബ്രദർ ഇവിടെ വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ഞാൻ ഇത് കഴിഞ്ഞിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്ത്. പക്ഷേ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടാണ് കുറച്ച് നാൾ.
വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്തു പോയി. കാര്യം ബാങ്കിൽ വർക്ക് 5-6 മണിയാകുമ്പോൾ കഴിയുമായിരുന്നു. അപ്പോൾ രാത്രി ഞാൻ ഭക്ഷണം കൊടുക്കാനായിട്ട് വരികയും അപ്പോൾ നിരന്തരം ആ കോണ്ടാക്റ്റ് എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് അപ്പോൾ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു ചേരണമെന്നുള്ളത്, ബ്രദർ ആകണമെന്നുള്ളത്. പക്ഷേ ഞാനങ്ങനെ ആരോടും അങ്ങനെ പറയാണ്ട് ഒരു 5-8 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ സഭയിലോട്ട് ചേർന്നത്. വീട്ടുകാരൊക്കെ സമ്മതിച്ചു? വീട്ടുകാരൊക്കെ സമ്മതിച്ചു. സന്തോഷമായിരുന്നു. ചെറുപ്പം മുതൽ ഹൃദയത്തിൽ വിരിഞ്ഞ കാരുണ്യത്തിൻ്റെ കിരണങ്ങൾ ക്രൂശിതൻ്റെ സ്നേഹം പകരാൻ അതൊരു മുഴുവൻ സമയ ജീവിത സമർപ്പണമായി മാറി. ഈ അഗതികൾക്ക് സഹോദരനായി, കൂടെപ്പിറപ്പായി സ്നേഹവും സന്തോഷവും നൽകി ഇവരോടൊപ്പം കൊത്തലങ്കോ സഭയുടെ ശുശ്രൂഷ ചൈതന്യത്തിൻ്റെ മഹനീയമായ പാതയിലൂടെ നടന്നു നീങ്ങുന്ന സുവിശേഷത്തിൻ്റെ ആനന്ദം. ഈ കൊത്തലങ്കോ സഭയെക്കുറിച്ചൊന്ന് പറയാമോ? കൊത്തലങ്കോ സഭ വിശുദ്ധ ജോസഫ് കൊത്തലങ്കോയാണ് സ്ഥാപിച്ചത്. വിശുദ്ധം ജനിച്ചത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. കൊത്തലങ്കോ സഭയുടെ ഒരു തുടക്കം എന്ന് പറയാനായിട്ട് 1827 സെപ്റ്റംബർ 2-ാം തീയതിയാണ് വിശുദ്ധന് ഇൻസ്പിറേഷൻ കിട്ടിയത്. ചില ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ പോസിറ്റീവായി ഭവിക്കുമെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റിലാണ് ഈ സഭ തുടങ്ങാനുള്ള പ്രേരണ വിശുദ്ധന് കിട്ടിയത്. അതായത് മരിയ ഗോണറ്റ് എന്ന് പറഞ്ഞ സ്ത്രീയും ഭർത്താവും 3 മക്കളും കൂടി ഇറ്റലിയിലുള്ള മിലാൻ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഫ്രാൻസിലോട്ട് പോകേണ്ടായിരുന്നു. അവർ പൂർണ്ണ ഗർഭിണിയായിരുന്നു, 4ാമത്തെ ഗർഭം. വഴിയിൽ വെച്ച് ടൂറിന് അന്ന് കുതിരവണ്ടിക്കൊക്കെ ആയിരുന്നല്ലോ പോകുന്നത്. അപ്പോൾ അവർക്ക് വെച്ച് ഒരു പകർച്ചവ്യാധിയും പിടിച്ച് ഗർഭിണിയുമായതുകൊണ്ട് ആരും ഹോസ്പിറ്റലിലും എടുത്തില്ല. അപ്പോൾ ഗർഭിണിയാളുകൊണ്ട് പകർച്ചവ്യാധിയുള്ള ഹോസ്പിറ്റലിലും എടുത്തില്ല, പകർച്ചവ്യാധി കൊണ്ട് ഗർഭിണിയാളുകൾക്കുള്ള ഹോസ്പിറ്റലിലും എടുത്തില്ല. അങ്ങനെ അവരൊരു കുതിരലയത്തിൽ വെച്ച് മരണപ്പെടലാണ്. അപ്പോൾ അന്ത്യകൂദാശ കൊടുക്കാനായിട്ട് വിശുദ്ധൻ ചെല്ലണയാണ് വിശുദ്ധ ജോസഫ് കൊത്തലങ്കോ. അതിൽ നിന്നാണ് അവർ മരിച്ച്, അവരുടെ കുഞ്ഞും മരിച്ച്, പുള്ളി അവർ ബാപ്റ്റിസം കൊടുത്ത്. അതൊരു വളരെ അധികം എന്താണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ വന്നിട്ട് അന്നൊരു കാനോൺ നടന്ന്, അപ്പോൾ പള്ളിയിൽ വന്നിട്ട് കപ്പേരോട് മണി അടിച്ചു, ദൈവകൃപ ലഭിച്ചു എന്നാണ് പറഞ്ഞത്. മരണപ്പെട്ടിട്ട് പോലും അത് ദൈവകൃപ എന്താണെന്ന് പുള്ളിക്കും പെട്ടെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അതാണ് അശരണർക്കും ആരും പോലും ഇല്ലാത്തവർക്കും വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങണമെന്നുള്ളത്. അത് കഴിഞ്ഞ് പുള്ളി പിറ്റത്തെ വർഷം മുതൽ വോളണ്ടിയേഴ്സിനെ വെച്ച് ആദ്യം സഹായിക്കാനായിട്ടുള്ളവരെ വെച്ചിട്ട് 1-2 പേരായിട്ട് തുടങ്ങി വലിയൊരു സംരംഭം ചെയ്ത്. ഇപ്പോഴും പറയണത് ദൈവപരിപാലനയുടെ ചെറുഭവനം എന്നാണ്. കാര്യം മനുഷ്യരുടെ മുമ്പിൽ അത് വലുതാണെങ്കിലും ദൈവത്തിന് മുമ്പിൽ പുള്ളി പറയണത് വളരെ ചെറിയൊരു സാധനമാണെന്നുള്ളതിനാണ് ദൈവപരിപാലനയുടെ ചെറുഭവനം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പുള്ളിക്ക് അൽമായരെ കൊണ്ട് മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല. അത് കാരണം സന്യാസ സഭ തുടങ്ങി. ആദ്യം സിസ്റ്റേഴ്സിൻ്റെ തുടങ്ങി, പിന്നെ അത് കഴിഞ്ഞ് ബ്രദേഴ്സിൻ്റെ സന്യാസ സഭ തുടങ്ങി, പിന്നെ അച്ഛന്മാരുടെ തുടങ്ങി. അപ്പോൾ ഇതിൽ കൊത്തലങ്കോയിൽ തന്നെ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് തന്നെ സ്ഥാപനത്തിനാണെങ്കിൽ ചില സ്ഥാപനത്തിന് 3 പേരും ഉണ്ട്. എല്ലാ സ്ഥാപനവും ഇതുപോലെ ദൈവപരിപാലനയിൽ പോകുന്നതാണ് അങ്ങനെ? അതോ എല്ലാ സ്ഥാപനവും? കാര്യം കൊത്തലങ്കോൻ്റെ ഇത് ദൈവപരിപാലന പരിപൂർണമായി സമർപ്പിച്ചിട്ട് തുടങ്ങിയതാണ്. പല സന്യാസ സഭകളും അങ്ങനെയാണല്ലോ. എല്ലാ സന്യാസ സിസ്റ്റർ ലിറ്റി പുള്ളിക്കാരിയാണെങ്കിൽ എപ്പോഴും ദൈവപരിപാലനയിലാണ്. ഭക്ഷണം ഇല്ലെങ്കിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഭക്ഷണം വന്നിരിക്കും. അങ്ങനെയാണ് ലിറ്റി കൊത്തലങ്കോ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള സിസ്റ്ററാണ്. സിസ്റ്റർ ഇറ്റലി പോയിട്ട് നമ്മുടെ സ്ഥാപനം കാണുകയും അതുപോലത്തെ ഒരു സ്ഥാപനം ഇന്ത്യയിൽ വരണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് പുള്ളിക്കാരത്തി. അപ്പോൾ ആ ഒരു ക്യാരിസം തന്നെയാണ് പുള്ളിക്കാരത്തി എടുത്തേക്കണത്. അശരണരായും ഈ മന്ദബുദ്ധികളായിട്ടുള്ളവരെയും മെൻ്റലി ചലഞ്ചറായിട്ടുള്ളവരുടെ ഇവിടെ മെൻ്റലി ചലഞ്ചറായിട്ടുള്ളവർക്ക് വേണ്ടി ആ സമയത്ത് സഭ തുടങ്ങിയപ്പോൾ ആവശ്യം ഏറ്റവും ഒരു അവഗണനപ്പെട്ടിരുന്ന വെച്ചാൽ മെൻ്റലി ചലഞ്ചറായിട്ട്. അങ്ങനെ കൊണ്ട് ഞങ്ങൾ ബ്രദേഴ്സിൻ്റെ 2 ഹൗസുകളാണുള്ളത്, ഭവനങ്ങളാണുള്ളത്. ഒരെണ്ണം പള്ളുരുത്തിയിലും പറവൂരും. 2ഉം ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ടിയുള്ള സ്ഥാപനം. അവരെ സംരക്ഷിക്കുന്നത്. കാര്യം അവർ ഒരു പ്രായമുള്ള 18 വയസ്സിന് മേൽപ്പോട്ട് നമ്മൾ എടുക്കണില്ല ആരും. അപ്പോൾ അവരുടെ ജീവിതകാലം മുഴുവനും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആരും പോലും ഇല്ലാത്തവരും, അല്ലെങ്കിൽ വീട്ടിലുകളിൽ നോക്കാനായിട്ട് അമ്മയപ്പനും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങൾക്ക് നോക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, ഇവരെ നോക്കാനായിട്ടൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണത്. ശരിയാണ്. അങ്ങനെയുള്ളവർക്ക് ഇവിടെ കെയർ കൂടുതൽ വേണ്ട ആൾക്കാരാണ്. നമുക്കൊരു വിട്ടേച്ച് പോകാനായിട്ട് പറ്റില്ല. സാധാരണ ഒരു വെച്ചാണെങ്കിൽ നമുക്ക് ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ പോകാൻ പറ്റാത്തവരൊക്കെ ഇവിടെ പിന്നാലെ നടക്കണം, എപ്പോഴും പിന്നാലെ നടക്കണം എല്ലാ ദിവസവും. ഭിന്നശേഷിക്കാരായ അനേകം മക്കൾ ഈ മഹനീയമായ ശുശ്രൂഷയുടെ ഫലം ഇവിടെ നുകരുന്നു. നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ സുന്ദര ചിത്രങ്ങൾ. സുവിശേഷം കാരുണ്യമായി പ്രഘോഷിക്കുന്ന തിരുസഭയുടെ
പ്രശോഭിതമായ ചിത്രങ്ങൾ. ഇവിടെ ഈ ഹൗസ് തുടങ്ങിയിട്ട് എത്ര നാളായി, എങ്ങനെയൊക്കെയാണിത് ഫങ്ഷൻ ചെയ്യുന്നത് പറയാമോ? അതായത് ആദ്യം സിസ്റ്റേഴ്സിൻ്റെയാണ് തുടങ്ങിയത്. അവർ 1970 ഇവിടെ നിന്ന് ഒരു 9 സിസ്റ്റേഴ്സ് ഇറ്റലിയിൽ പോയി പഠിച്ചു വന്നിട്ട് 77 തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ബ്രദർ ജോസഫ് തൈക്കാളമുറി ആദ്യത്തെ ബ്രദറാണ്. ബ്രദർ ഇറ്റലിയിൽ പോയി 84 തിരിച്ചു വന്ന് അതിന് ശേഷമാണ് തുടങ്ങിയത്. ഇത് ബിൽഡിങ്ങൊക്കെ എല്ലാം വെച്ച് റെഡി ആയത് 1990. ഇതുപോലെ ആയത്. ഇപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? ഇപ്പോൾ ഇവിടെ 40 ഭിന്നശേഷിക്കാരായ മക്കളാണ്. ഇവരെ എങ്ങനെയാണ് ഇവിടെ ശുശ്രൂഷിക്കുന്ന രീതികളെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? എങ്ങനെയൊക്കെയാണ്? ഞങ്ങൾ വെളുപ്പിനെ 5 മണിക്ക് തന്നെ എഴുന്നേക്കാൻ തുടങ്ങും. ഇവരെ കുളിപ്പിക്കാനും ഒരുക്കാനൊക്കെ ഉണ്ടാവും പള്ളി വിടാനായിട്ടുള്ളതിന് മുമ്പ്. അപ്പോൾ ഞങ്ങളും ബ്രദേഴ്സും കൂട്ടത്തിൽ ഒത്തിരി വോളണ്ടിയേഴ്സ് ഉണ്ട്. പണിക്ക് പോകണം പുറത്തുനിന്ന് തന്നെ വരും. ചേട്ടന്മാർ വെളുപ്പിന് 5 മണിക്ക് തന്നെ വരും. അവരുടെ ഒരു സേവനം പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. കാര്യം കൊത്തലങ്കോ തുടങ്ങിയത് തന്നെ വോളണ്ടിയേഴ്സിനെ കൂടിയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് ഈ സന്യസ്തർ എല്ലാവരും വന്നത്. അപ്പോൾ ലേ പീപ്പിൾസാണ് വരുന്നത്. അവർ വെളുപ്പിനെ 5 മണിക്ക് തന്നെ വരും. ഞങ്ങളുടെക്കാട്ട് മുമ്പ് തന്നെ വരും. അപ്പോൾ അവർ നമുക്കിവിടെ 5 മണിക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് 4 മണിക്കെങ്കിലും എഴുന്നേറ്റൊക്കെ പല ഫോട്ടോ വെച്ച് പല ഭാഗത്തു നിന്നൊക്കെ വന്നത്. ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നൊക്കെ പലരും വന്നതൊക്കെ തന്നെ. അവർ വന്നിട്ട് അവരുടെ ഒപ്പം ഞങ്ങളുടെ ഒപ്പം തന്നെ ഈ അവരെ കുളിപ്പിക്കാനും ഒരുക്കാനും റെഡിയാക്കി പള്ളി വിട്ടിട്ട് പള്ളിയിലും കഴിഞ്ഞിട്ടാണ് വോളണ്ടിയേഴ്സൊക്കെ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ എപ്പോഴും ഇവരെ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കണം. അതിന് നമ്മൾ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് നമ്മൾ വലിയൊരു സംരംഭം, ഒരു വലിയ കാര്യം അവർ ചെയ്യണം. ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നിരന്തരമായിട്ട് ചെയ്യുമ്പോഴേ അവൻ പഠിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഇവിടെ കിട്ടാൻ നേരത്തേക്ക് ചില പിള്ളേർക്ക് തന്നെ കഴിക്കാൻ പോലും അറിയാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ ഒരു മാസങ്ങളോളം ചിലപ്പോൾ ട്രൈ ചെയ്യേണ്ടി വരും നമുക്ക് സ്ഥിരം പറയാനായിട്ട്. ചിലപ്പോൾ ഒരു വാക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് തന്നെ മാസങ്ങൾ ട്രൈ ചെയ്യേണ്ടി വരും. കാര്യം അത്ര നാൾ വീട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് ചിലപ്പോൾ വീട്ടിലിരിക്കാൻ നേരത്ത് മാതാപിതാക്കൾ എനിക്കാകെയുള്ളൊരു മകനല്ലേ, ഞാൻ തന്നെ വാരിക്കൊടുക്കും, ഞാൻ തന്നെ കോരിക്കൊടുക്കും, ഞാൻ തന്നെ എല്ലാം ചെയ്യും. അങ്ങനെയല്ല, ഇവർക്ക് ചില കഴിവുകളൊക്കെ ഉണ്ട്. അതങ്ങൾ മാക്സിമം പ്രോത്സാഹിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒക്കുപ്പേഷൻ തെറാപ്പി ഉണ്ട്. അതായത് ചെറിയതായിട്ടുള്ള ചവിട്ടി ഉണ്ടാക്കൽ, ചെറിയ വർക്കായിരിക്കും. ചിലപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാരെ കാണുന്നത് ഇത് ചെറിയ വർക്കാണുള്ളത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു വർക്കാണ്. കൊന്ത കെട്ടും, മുത്തുകൾ ചെറുത് കോർത്ത് മാലകൾ ഉണ്ടാക്കും, മെഴുകുതിരി നിർമ്മാണം. പിന്നെ ഞങ്ങൾക്ക് തന്നെ ഇവിടെ കുറച്ച് വെജിറ്റബിളിൻ്റെ തൈകളും ഒക്കെ ഞങ്ങൾ നട്ട് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ആൾക്കാർക്ക് പുറത്തുള്ളവർക്ക് വിൽക്കുകയും ചെയ്യും. വളനിർമ്മാണമുണ്ട്. അത് ശരിക്കും മണ്ണിനോട് ചേർന്നിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് കുറേ പേർക്ക് ഇഷ്ടം അതാണ്. ഇത് ഇട്ട് മണ്ണൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ചാണകമൊക്കെ എല്ലാം ഇട്ട് അങ്ങോട്ട് കുഴക്കൽ, മിക്സിങ്, അതും അവരുടെ ഒക്കുപ്പേഷൻ തെറാപ്പിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെ വർക്കുകളുണ്ട്. പിന്നെ നമ്മുടെ ഈ ഭവനം മുഴുവനെല്ലാം നല്ല ശുദ്ധിയായിട്ടും നീറ്റായിട്ടും വെക്കാനായിട്ടും അവരെ കൊണ്ട് അവർ തന്നെയാണ് എല്ലാം അടിക്കാനും എല്ലാം ചെയ്യിക്കാനായിട്ട് അവരെ കൊണ്ട് തന്നെ കൂടുതൽ എന്തെങ്കിലും വർക്ക് ചെയ്ത് ഒക്കുപ്പേഡ് ചെയ്യാനായിട്ട് എപ്പോഴും നോക്കി എന്തെങ്കിലും ആയിട്ടുള്ള അവരുടെ ആ ചെറിയ കഴിവാണെങ്കിൽ പോലും പ്രോത്സാഹിപ്പിച്ചെടുക്കണം. ഭിന്നശേഷിക്കാരായ ഈ ജീവിതങ്ങളെ അവരുടെ സർഗാത്മകമായ കഴിവുകളെ പരിശീലിപ്പിച്ച് സമൂഹത്തിന് ഉപകാരപ്രദമായ വിവിധ വസ്തുക്കൾ നിർമ്മിച്ചു നൽകുന്ന വിവിധ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നു. മെഴുകുതിരി നിർമ്മാണം, വിവിധ തുണി ഉൽപ്പന്നങ്ങൾ, ബാഗ് നിർമ്മാണം, രൂപങ്ങളുടെ നിർമ്മാണം എന്നിവ അവയിൽ ചിലതു മാത്രം. ഇത്തരം പ്രവർത്തനങ്ങൾ ഇവരെ കർമ്മോത്സുകരും പ്രവർത്തനക്ഷമതയുള്ളവരും ആക്കി തീർക്കുന്നു. തമ്പുരാൻ്റെ അത്ഭുതകരമായ ഇടപെടൽ പലയിടത്തും കേട്ടിട്ടുണ്ട്. തെലങ്കോ ബ്രദേഴ്സിനെ കുറിച്ചും സിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിരിക്കുന്ന എൻ്റെ അറിവ് വെച്ച് അവർ പലപ്പോഴും ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ കൃത്യസമയത്ത് ചിലപ്പോൾ ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ഒരു പ്രതീക്ഷയില്ലാത്ത മറ്റുള്ളവർ കൊണ്ടുവന്ന് സഹായിക്കുന്ന അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ അരിയില്ല എങ്കിൽ അപ്പോൾ അരിയില്ലല്ലോ, നാളത്തേക്ക് മേടിക്കാമല്ല എന്ന് വിചാരിച്ച് ഇരിക്കാൻ നേരത്ത് തന്നെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും അരി. ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാണ്ടാകണം, എന്നാലേ ഈ ദൈവപരിപാലനം എന്നുള്ള സാധനം വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് ആ സമയത്തുള്ള എന്ത് ആവശ്യമാണെന്ന് നോക്കിയിട്ടാണ് ദൈവപരിപാലനം തന്നത്. ഇപ്പോൾ ഈ പിള്ളേർക്ക് ചായ കുടിക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റുകൾ സാധനങ്ങളൊക്കെ തീർന്നല്ല എന്ന് വിചാരിക്കാൻ നേരത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും നമുക്ക് കൊണ്ടുവന്ന് തന്നത്. അങ്ങനെ ചെറിയ കാര്യങ്ങളിലാണ് ഒത്തിരി വലിയ കാര്യങ്ങളെടുത്ത് പറയേണ്ടത്. ഇതെല്ലാം പരിപാലനമെല്ലാം നടക്കുന്നത്. അവർക്കില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഒരിക്കലും ഈ ചിലവൊന്നും എത്തൂല, മുന്നോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് തമ്പുരാൻ തന്നെ ക്രമീകരിച്ചു എന്ത് വേണമെന്നുള്ളതെന്ന് വെച്ചാൽ തമ്പുരാൻ അറിയാം. പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാണ്ടിരിക്കണം ആ സാധനം. ഉണ്ടെങ്കിൽ വരില്ല, ശേഖരിച്ച് വെച്ചാൽ ചിലപ്പോൾ കിട്ടൂല. ശേഖരിച്ച് വെക്കരുത്.
അതാണ് കൊത്തലങ്കോ പുണ്യാളം തന്നെയാണെങ്കിൽ ഇങ്ങനെ പറയണാണ് ശരിക്കും. വൈകുന്നേരം ആകുമ്പോൾ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ചില്ലറ കാശ് എടുത്ത് പുറത്തോട്ട് എറിഞ്ഞ് കളയുമെന്ന് പറയണത്. എന്നാലേ അടുത്ത് വരുള്ളൂ എന്ന് പറയണത്. ശൂന്യമാക്കിയാലേ അതിനകത്ത്. അപ്പോൾ തമാശക്ക് ആൾക്കാർ പറയും ഡോൺ ബോസ്കോ ജനലിൻ്റെ പുറകെ പോയിരിക്കും. അത് ഡോൺ ബോസ്കോ കൊത്തലങ്കോ അടുത്ത് തന്നെയാണ്. കൊത്തലങ്കോ കളയണ സമയം അറിയാം, അത് പോയി പുറകെ പോയിട്ട് പറയും. തമാശക്ക് പറയണത്. പക്ഷേ അന്ന് അങ്ങനെയല്ല. ആ സമയത്ത് ഡോൺ ബോസ്കോ അത് കഴിഞ്ഞിട്ടാണ് വന്നത്. ദൈവപരിപാലനയുടെ ഒരു ശരിക്കുമുള്ള സാക്ഷ്യമാണ് കൊത്തലങ്കോ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. നിലനിൽപ്പ് തന്നെ ദൈവപരിപാലനയിലാണ്. നമ്മുടെ പ്രഥമമായിട്ടുള്ള കാര്യം നമുക്ക് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥന അധിഷ്ഠിതമായിട്ടാണ്. ഏറ്റവും ചെറുഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം പ്രാർത്ഥന. മുന്നോട്ട് നയിക്കുന്നത് തന്നെ പ്രാർത്ഥനയും ദിവ്യകാരുണ്യമാണ്. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന 2 ചക്രങ്ങളെന്നാണ് നമ്മൾ വിശുദ്ധൻ പറഞ്ഞേക്കുന്നത്. പ്രാർത്ഥനയുടെ ശക്തി ഈ ശുശ്രൂഷയുടെ കരുത്താകുന്നു. ദൈവസന്നിധിയിൽ ഒത്തുചേർന്ന് ഇവർ ദൈവത്തിന് നന്ദി പറയുന്നു. വിശുദ്ധ കൊത്തലങ്കോയുടെ മധ്യസ്ഥത ഇവർക്ക് കരുത്താകുന്നു. ഈ വരുന്ന ആൾക്കാരും പ്രാർത്ഥിക്കാൻ പഠിക്കുന്നുണ്ടോ? കുറേ പേരൊക്കെ നമ്മുടെ കൂടെ സഹകരിക്കാൻ വരുന്ന ആൾക്കാരെല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, വെളുപ്പിന് 5 മണിക്കാർ വരാൻ നേരത്ത് തന്നെ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരുമിച്ച് പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് പോണത്. പിന്നെ ഈ വോളണ്ടിയേഴ്സിൻ്റെ സഹകരണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും രോഗികൾക്ക് വേണ്ടി ഒരു ധ്യാനം, അതായത് വീടുകളിൽ ഇവിടെ അടുത്തുള്ള കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള ധ്യാനം നടത്താറുണ്ട് എല്ലാ വർഷം. അത് ഈ വോളണ്ടിയേഴ്സിനായിട്ട് സഹകരിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അവരാണ് ഞങ്ങളും കൂടിയാണ് എല്ലാ കാര്യവും നോക്കുന്നത്. 100-200 പേരുടെ അടുത്തുണ്ടാവും ധ്യാനത്തിൽ. അതിലൊരു 100-ന് മേൽപോട്ട് എല്ലാം ചെയ്തു കൊടുക്കേണ്ട ആൾക്കാരായിരിക്കും. നമ്മളിത് തുടങ്ങിയത് തന്നെ ഇത് ഇത്ര ആൾക്കാർക്ക് പുറത്തോട്ട് വരാനൊരു സാഹചര്യമില്ല. അവരെ വീട്ടിലെ 4 ഭിത്തികളുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്ന് അവരുടെ ഒപ്പം അവരുടെ പോലെയുള്ള ആൾക്കാരാണല്ല ഉണ്ടാകണം എല്ലാവർക്കും. അത് കാരണം അവർക്ക് കുറച്ചിട്ട് മിങ്കിൾ ചെയ്യാനായിട്ടും കുറച്ച് നേരം പ്രാർത്ഥിക്കാനായിട്ടും ഒരു നല്ല ആരെങ്കിലും അവരെ കേൾക്കാനോ ശ്രവിക്കാനായിട്ടും അങ്ങനെ ഒരു 5 ദിവസത്തെ ധ്യാനവും നടത്തുന്നത്. അതിപ്പോൾ കൊറോണ വന്നിട്ട് പല പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് നടത്താൻ പറ്റില്ല. അതിപ്പോൾ അടുത്ത വർഷം മുതൽ റീസ്റ്റാർട്ട് ചെയ്യണത്. അതൊക്കെ വോളണ്ടിയേഴ്സിൻ്റെ ഒരു കഴിവാണല്ലോ ശരിക്കും പറഞ്ഞത്. നമ്മൾ മാത്രമല്ല പ്രാർത്ഥിക്കണത്. ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥന വെളുപ്പിന് 5 മണിക്ക് ഉറങ്ങാൻ നേരത്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങണത്. അതിനുശേഷം കുർബാന കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവരെല്ലാവരും പോകുന്നത് പ്രാർത്ഥന. പിന്നെ ഞങ്ങൾക്കൊരു കൂട്ടായ്മകളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് എല്ലാ ഞായറാഴ്ചയും 4 മണി തുടങ്ങി 5 മണി വരെയുള്ള ആരാധനയും പ്രാർത്ഥനയും കൂടിയുണ്ട്. ഭിന്നശേഷിക്കാരായതുകൊണ്ടേ ഫിസിക്കലി മാത്രമല്ല മെൻ്റലി ചലഞ്ച്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് എങ്ങനെയാണത് സാധിക്കുന്നത്? നമ്മൾ വർഷങ്ങളായിട്ടുള്ള അനുഭവമാണ്. നമ്മുടെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി സമർപ്പിച്ചേക്കണതാണ്. അപ്പോൾ നമുക്ക് ഒരു പയ്യൻ തല ആട്ടാൻ നേരത്ത് തന്നെ നമുക്കറിയാൻ പറ്റും എന്തിനാണ് അവനത് ആ തല പോലും ആട്ടണം എന്നുള്ളത്. നമുക്ക് അവൻ്റെ ആ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബോഡി ലാംഗ്വേജ് കാര്യം മനസ്സിലാവും. ബോഡി ലാംഗ്വേജ് അവരെന്താ ഉദ്ദേശിക്കണതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് വളരെ സ്മൂത്തായിട്ട് നമുക്ക് കാര്യം കൊണ്ടുപോകാനായിട്ട് പറ്റും. അവരാ പഠിക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവരെ ഹൃദയത്തിലെടുത്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അവരുടെ ഒപ്പം തന്നെ നമ്മൾ എപ്പോഴും ഉള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് അവനെ അറിയാൻ പറ്റും. ബ്രദറിനൊക്കെ അവരുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ അറിയാൻ പറ്റും. അതെല്ലാം ഈ ചലിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട് ശരിക്കും, ചോദിച്ചിട്ടുണ്ട് എടുക്കണം. പക്ഷെ കൂടുതലും സൈക്കാട്രിക് ആയിരിക്കും. ഒത്തിരി ചില സമയത്ത് നമുക്ക് വിഷമം തോന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ആരും ഇല്ല. പക്ഷെ സൈക്കാട്രിക്ക് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇടാൻ പറ്റൂല. വിശുദ്ധം പറയണത് ചിലപ്പോൾ വയലൻ്റായി പ്രശ്നങ്ങളും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ ഒപ്പം അത് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ തന്നെ അവർ നോർമലായിരിക്കും, സൈക്കാട്രിക് ബിഹേവിയർ ഉള്ളതായിരിക്കും. വളരെ വിരളമായിട്ട് ഇങ്ങനെ ഒരു ദൈവവിളിയെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ. കാരണം ഈ പള്ളുരുത്തിക്കാരനായ ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരാൾ ബാലനായിരുന്നപ്പോൾ തൊട്ട് ഇവിടെ ഒന്ന് സഹകരിച്ചു. ഇന്നും ഇതിലെ മെയിൻ ഒരാളായിട്ട് മാറി. അപ്പോൾ ബ്രദറിനെ ഇങ്ങനെ പ്രേരിപ്പിച്ച ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലിന് ഏറെ സന്തോഷമുണ്ട് എനിക്ക്. അതൊന്ന് നമ്മുടെ ഷാലോം പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇടപെടലില്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒരു ദൈവവിളി എന്നുള്ളത് സാധ്യമല്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമല്ല ഞാനിവിടെ എത്തിപ്പെടണം, ഇങ്ങനെ ആകണം. എനിക്ക് ഈ സഭയിൽ വന്നേ പിന്നെ കാരണം ഞാൻ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അതിനേക്കാളും കൂടുതലായിട്ട് കിട്ടി സഭയിൽ ചേർന്നപ്പോൾ. 100 ഇരട്ടി കിട്ടും എന്നൊക്കെ പറയില്ലേ, എല്ലാ സാധനവും ആനന്ദം കിട്ടി. 100 ഇരട്ടി എന്തും 100 ഇരട്ടി തന്നെ കർത്താവ്. നമ്മൾ എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ട അതിന് 100 ഇരട്ടിയായിട്ട് തന്നെ എന്ന് പറയുന്ന ഒരു ഇതാണ്. എനിക്ക് ഇവിടെ നിന്നിട്ട് സഭയിൽ നിന്നിട്ട് നേഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പറ്റി. നേഴ്സിംഗ് അത് പാസ്സായി. അതുകൊണ്ട് കൂടുതൽ കെയർ കൊടുക്കാനായിട്ടും കൂടി നമ്മൾ ഒരു പ്രൊഫഷണൽ ടച്ചും കൂടി നമ്മുടെ ഇതിന് ദൈവവിളിയിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് വളരെയധികം ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദമാണ്. എന്തുകൊണ്ട് എന്നെ വൈദികനാക്കിയില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കിയില്ല എന്നല്ല,
ദൈവമാണ് വിളിക്കണത്. ദൈവത്തിനൊരു പ്ലാനും പദ്ധതി ഉണ്ടാവും. അപ്പോൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രദറാകാനായിട്ടായിരിക്കും, തങ്കച്ചേട്ടനായിട്ട് ക്രിസ്തനായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട്. കൂടുതലും ഞങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അറിയപ്പെടാണ്ടാണ്. ഈ ചുറ്റി തന്നെ നിൽക്കണമായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം. 4 മതിലിനുള്ളിലാണ് നമ്മുടെ പ്രവർത്തനം. ചിലപ്പം പുറത്തുള്ളവരൊക്കെ എന്നിട്ട് എന്ത് പട്ടണമുണ്ട് ഇതുങ്ങളുടെ ഇടയിൽ കൂടി എങ്ങനെ സാധിക്കണം എന്നുള്ളതൊക്കെ ചിലർ എന്നോട്, എൻ്റെ കൂട്ടുകാരന്മാരോട് നിനക്കൊക്കെ ഇങ്ങനെ സാധിക്കണ്ടെന്നൊക്കെ ചോദിക്കും. വന്നിട്ട് സാധിക്കും. നമ്മൾ അവരുടെ ഒപ്പം തന്നെ അവർക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരിക്കലും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ ഉത്തേജിപ്പിക്കണോണ്ടാണ് നമുക്കതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് വെച്ചാൽ ഭയങ്കര വലിയൊരു വർക്കാണ്. 40 പേരെയൊക്കെ എല്ലാവരും കൂടി സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുടെ കൂടുതൽ കെയർ വേണം. വാസ്തവത്തിൽ ബ്രദർ ബിനോയിയെ കാണാൻ സാധിച്ചതിൽ ഞങ്ങൾക്കൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഈ 4 മതിലിനുള്ളിൽ 30 പേര് ദൈവത്തിൻ്റെ പൊന്നോമന മക്കൾ, ഭിന്നശേഷിക്കാരായവർ, അവരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചും അവർക്ക് വേണ്ടി തൻ്റെ സമയവും ആരോഗ്യവും സമ്പത്തും എന്നല്ല ജീവിതം തന്നെ മുഴുവനായും വിട്ടുകൊടുത്ത്. ഞാൻ മാത്രമല്ല, ബാക്കിയുള്ള സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാവരും. ബ്രദറാണല്ലോ ഇപ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കർത്താവ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതിന് തക്കെയുള്ള ആൾക്കാരെ കർത്താവ് കൂട്ടിത്തരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ദൈവം തന്നെ നമുക്ക് എന്ത് ഇൻറ്റൻഷനോടുകൂടി ചെയ്യുന്നതനുസരിച്ചാണ് ആൾക്കാരും. പിന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തത് ഇല്ലാതെ വരുമ്പോഴാണ് ദൈവപരിപാലനം കാണാൻ പറ്റുന്നത്. അതെ അതെ, അത് അനുഭവിച്ചുകൊണ്ട് ആ സ്വർഗീയ ആനന്ദത്തിന് ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഭാഗ്യമല്ലേ ഇങ്ങനെയൊരു ബ്രദറിനെ പരിചയപ്പെടാൻ സാധിച്ചതിലും ഈ കൊത്തലങ്ക സഭയെക്കുറിച്ച് കേൾക്കാൻ സാധിച്ചതിലും അതിനേക്കാളും ഒരു ഇവിടുത്തെ അന്തേവാസികളെ കാണാൻ സാധിച്ചതിലും ഏറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം കണ്ടുമുട്ടാം. ഈശ്വംശായിരിക്കട്ടെ. കൊത്തലങ്കോ പറയുന്ന പോലെ എപ്പോഴും ദൈവോ ഗ്രാസിയസ്, എല്ലാ കാര്യത്തിനും ദൈവത്തിന് നന്ദി. പ്രൈസ് ദി ലോർഡ്.